അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2-ലെ ചാപ്റ്റർ 13 വിഭജനത്തെ മനസ്സിലാക്കാൻ രാഷ്ട്രീയം, ഓർമ്മകൾ, അനുഭവങ്ങൾ എന്ന ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. 1947-ലെ ഇന്ത്യ വിഭജനത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. ഫസ്റ്റ് വ്യാപകമായ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാവുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. നിരവധി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി. ആളുകൾ അവരുടെ പ്രദേശങ്ങളിൽ നിന്നും പ്രാദേശികമായ സംസ്കാരങ്ങളിൽ നിന്നും അകന്നുപോയി. 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആളുകൾക്ക് ജീവഹാനി നേരിട്ടതായി കരുതപ്പെടുന്നു. 1.5 കോടിയിലധികം ജനങ്ങൾ അഭയാർത്ഥികളായി മാറി. വിഭജനവും വർഗീയതയും. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട വർഗീയതയുടെ അനന്തരഫലമാണ് വിഭജനമെന്ന് കരുതപ്പെടുന്നു. മുസ്ലിങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വർഗീയ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. ഇനി ഇവിടുത്തെ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, വിഭജിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കുക എന്ന നയം ഇന്ത്യ വിഭജനത്തിനുള്ള ഒരു പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നു. ദേശീയതയുടെ വളർച്ച തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിനെതിരായി ഉപയോഗപ്പെടുത്തി. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. മുസ്ലിം വിഭാഗീയതയെ പ്രീണിപ്പിച്ചു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. പാകിസ്ഥാൻ വാദത്തിന് വിശ്വാസ്യത പകർന്നു. മുസ്ലിങ്ങളുടെ ഏക പ്രതിനിധിയായ ലീഗിനെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ വിഘടനവാദം വളർത്തുന്നതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. 1909-ലെ മിന്റോ-മോർലി പരിഷ്കാരങ്ങളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്തത്. 1919-ലെ മോണ്ടേഗു-ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ അത് വിപുലീകരിച്ചു. 1909-ലെ മിന്റോ-മോർലിയും ഓർത്തിരിക്കണം, 1919-ലെ മോണ്ടേഗു-ചെംസ്ഫോർഡും ഓർത്തിരിക്കണം. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചതോടെ മുസ്ലിങ്ങൾക്ക് അവർക്ക് സംവരണം ചെയ്ത നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചു. ഇത് സമുദായങ്ങൾ തമ്മിൽ എതിർപ്പും ശത്രുതയും വളരാൻ കാരണമായി. വിഭാഗീയപരമായ മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കാനും തങ്ങളുടേതായ മതവിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത് അനുയായികളെ സംഘടിപ്പിക്കുവാനുമുള്ള ഈ സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് പ്രലോഭനമുണ്ടായി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടങ്ങളിലുണ്ടായ താഴെ പറയുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ മുസ്ലിം ഹിന്ദു തമ്മിലുള്ള ശത്രുതയ്ക്ക് വർദ്ധിപ്പിച്ചു. പള്ളിക്ക് സമീപമുള്ള സംഗീത പരിപാടികൾ, ഗോസംരക്ഷണ പ്രസ്ഥാനം, ആര്യ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ശുദ്ധി പ്രസ്ഥാനം, മറ്റു മതങ്ങൾ സ്വീകരിച്ചവരെ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം തുടങ്ങിയവ മുസ്ലിം സമുദായത്തിൽ ആശങ്ക വളർത്തി. തബ്ലീഗ് പ്രചാരണം, തൻസീം സംഘടന തൻസീം തുടങ്ങിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ വളർച്ച ഹിന്ദുക്കളെയും ആശങ്കാകുലരാക്കി. മധ്യവർഗത്തിൽപ്പെട്ടവരും വർഗീയവാദികളും സ്വന്തം സമുദായാംഗങ്ങളെ മറ്റു സമുദായങ്ങൾക്കെതിരെ സംഘടിപ്പിക്കുകയും ഇത് പലയിടത്തും വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്തു. ആര്യ സമാജം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും പ്രത്യേകിച്ച് പഞ്ചാബിൽ സജീവമായിരുന്ന ഉത്തരേന്ത്യൻ ഹിന്ദു പരിഷ്കരണ സംഘടനയാണ് ആര്യ സമാജ്. വേദപഠനം പുനരുജ്ജീവിപ്പിക്കാനും അതിൻ്റെ ശാസ്ത്രങ്ങളിലുള്ള ആധുനിക വിദ്യാഭ്യാസം യോജിപ്പിക്കുവാനും ശ്രമിച്ചു. 1937-ലെ പ്രവിശ്യ തെരഞ്ഞെടുപ്പ് 1937-ലെ പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1937. ജനസംഖ്യയുടെ 10 മുതൽ 12% മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. ആകെ പ്രവിശ്യകൾ 11. ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസിന് 5 ഭൂരിപക്ഷം. ആകെ പ്രവിശ്യകൾ 11 ഉണ്ടായിരുന്നുള്ളൂ. 2 പ്രവിശ്യകളിൽ കോൺഗ്രസ് കൂട്ടുകക്ഷി മന്ത്രിസഭകൾ രൂപീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. യുണൈറ്റഡ് പ്രൊവിൻസ് ഉത്തർപ്രദേശിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കാൻ ലീഗ് ആഗ്രഹിച്ചു. എങ്കിലും അവിടെ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിനാൽ ലീഗിൻ്റെ ഈ ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചു. കോൺഗ്രസും ലീഗും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത വർദ്ധിക്കുവാൻ ഇത് കാരണമായി. ഒരു ഏകീകൃത ഇന്ത്യയിൽ ഒരിക്കലും തങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം കിട്ടുകയില്ലെന്ന് ലീഗിന് ബോധ്യമായി. മുസ്ലിങ്ങളുടെ ഒരു പാർട്ടിക്ക് മാത്രമേ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്നും ലീഗ് ചിന്തിക്കാൻ തുടങ്ങി. 1906-ൽ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന ചൗധരി റഹ്മത്ത് അലി 1933-ൽ പ്രസിദ്ധീകരിച്ച ലഘുലേഖയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. 1933-ൽ പ്രസിദ്ധീകരിച്ച ലഘുലേഖയിൽ
പുതിയ രാഷ്ട്രത്തിന് അദ്ദേഹം പാകിസ്ഥാൻ എന്ന് പേര് നിർദ്ദേശിച്ചു. പഞ്ചാബ്, അഫ്ഗാൻ, വടക്കു പടിഞ്ഞാറ് അതിർത്തി പ്രദേശവും NWFB, കാശ്മീർ, സിന്ധ് എന്നീ പ്രദേശങ്ങളുടെ ആദ്യാക്ഷരങ്ങളും ബലൂചിസ്ഥാൻ്റെ അവസാന 3 അക്ഷരവും ചേർത്താണ് ഈ പേരുണ്ടായത്. പുണ്യഭൂമി എന്നാണ് പാകിസ്ഥാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവായ മുഹമ്മദ് അലി ജിന്ന പോലും ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ വാദത്തെ ഒരു വിലപേശൽ തന്ത്രമായിട്ടാണ് കണ്ടിരുന്നത്. 1940 പാകിസ്ഥാൻ പ്രമേയത്തോടെ സർവേന്ത്യ മുസ്ലിം ലീഗ് ആദ്യമായി ദ്വിരാഷ്ട്രവാദ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. പാകിസ്ഥാൻ പ്രമേയത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത് സിക്കന്ദർ ഹയാത്ത് ഖാൻ ആണ്. യൂണിയനിസ്റ്റ് പാർട്ടി പഞ്ചാബിലെ ഹിന്ദു, മുസ്ലിം, സിഖ് ഭൂവുടമകളുടെ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണിത്. 1923 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ പാർട്ടി ശക്തമായിരുന്നു. യൂണിയനിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സിക്കന്ദർ ഹയാത്ത് ഖാൻ ആണ്. നെക്സ്റ്റ് ക്യാബിനറ്റ് മിഷൻ. 1946 മാർച്ചിൽ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ക്യാബിനറ്റ് മിഷനെ ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയച്ചു. പെതിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു അതിലെ അംഗങ്ങൾ. 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾ ഫസ്റ്റ് 1 ബ്രിട്ടീഷ് പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കണം. സെക്കൻഡ് 1 പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ യൂണിയൻ കൈകാര്യം ചെയ്യും. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കും. നെക്സ്റ്റ് 1 ഒരു ഇടക്കാല ഗവൺമെൻറ് കേന്ദ്രത്തിൽ രൂപീകരിക്കും. ക്യാബിനറ്റ് മിഷൻ 3 മാസക്കാലം രാജ്യത്ത് പര്യടനം നടത്തുകയും സംസ്ഥാനങ്ങളുടെ ഒരു അയഞ്ഞ ത്രിതല കൂട്ടായ്മയെ ശുപാർശ ചെയ്യുകയും ചെയ്തു. തുടക്കത്തിൽ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയെ പിന്തുണച്ചിരുന്ന മുസ്ലിം ലീഗ് പിന്നീട് ഇത് അംഗീകരിച്ചില്ല. പ്രത്യക്ഷ സമര ദിനമായി ലീഗ് പ്രഖ്യാപിച്ചത് 1946 ഓഗസ്റ്റ് 16 കൽക്കട്ടയിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുകയും ആയിരക്കണക്കിന് പേർ ഇതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. 1948 ജൂണിനുള്ളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമെന്നും അധികാരം ഇന്ത്യക്ക് നൽകുമെന്നും പ്രഖ്യാപിച്ചു. മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ പുതിയ വൈസ്രോയിയായി. ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തിയ മൗണ്ട് ബാറ്റൻ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏക മാർഗം വിഭജനമാണെന്ന് മനസ്സിലാക്കി. അധികാര കൈമാറ്റത്തിനുള്ള ഒരു പദ്ധതി മൗണ്ട് ബാറ്റൻ അവതരിപ്പിച്ചത് 1947 ജൂൺ 3 ഇത് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നറിയപ്പെടുന്നു. ഇന്ത്യയെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി ഇന്ത്യൻ യൂണിയനും പാകിസ്ഥാനും വിഭജിക്കാൻ പദ്ധതി നിർദ്ദേശിച്ചിരുന്നു. പാകിസ്ഥാനായിട്ട് വിഭജിക്കാനായിട്ട്. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത് 1947 ജൂലൈയിലും 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. വിഭജനം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രവിശ്യകളാണ് പഞ്ചാബും ബംഗാളും. പടിഞ്ഞാറൻ പഞ്ചാബിലെ ഭൂരിഭാഗം ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് കുടിയേറി. കിഴക്കൻ പഞ്ചാബിലെ ഹിന്ദി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും കുടിയേറി. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധാരാളം മുസ്ലിം കുടുംബങ്ങൾ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. അമൃതസർ തീവെപ്പും കൊലപാതകവും നടന്നത് 1947 മാർച്ചിലാണ്. ഇത് വിഭജനവുമായി ബന്ധപ്പെട്ട് ദി അതർ സൈഡ് ഓഫ് സയൻസ് എഴുതിയത് ഉർവശി പൂഠാലിയാണ്. വർഗീയ കലാപത്തെ തുടർന്ന് ശത്രുക്കളുടെ കയ്യിൽ പെടാതിരിക്കാൻ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി രക്തസാക്ഷിത്വം വഹിച്ച സ്ഥലം റാവൽപിണ്ടിയിലെ തോവക്കൽസ ഗ്രാമത്തിലാട്ടോ. അത് ശ്രദ്ധിച്ചോണേ. 1916 ഡിസംബറിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒപ്പുവെച്ച ഉടമ്പടിയാണ് ലക്നൗ ഉടമ്പടി. ലക്നൗ ഉടമ്പടിയിലെ കോൺഗ്രസ് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. 1915 സ്ഥാപിതമായ വടക്കേ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ഹിന്ദു പാർട്ടിയാണ് ഹിന്ദു മഹാസഭ. ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കുകയും മുസ്ലിം സ്വത്വത്തെ എതിർക്കുകയും ആയിരുന്നു ഹിന്ദു മഹാസഭയുടെ ലക്ഷ്യം. 1946 വർഗീയ കലാപവും കൂട്ടക്കൊലയും നേരിട്ട പ്രദേശങ്ങളാണ് കൊൽക്കത്ത, നവ്കാലി. പാകിസ്ഥാനിൽ മുജാഹിറുകൾ എന്നറിയപ്പെടുന്ന കുടിയേറ്റക്കാരെയാണ്. 1950, 1960 കാലഘട്ടത്തിൽ ഉറുദു ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ഭൂരിഭാഗവും കുടിയേറിയത് സിന്ധിലെ കറാച്ചി, ഹൈദരാബാദ് മേഖലകളിലാണ്. കിഴക്കൻ പാകിസ്ഥാനികൾ ദ്വിരാഷ്ട്രവാദം തള്ളിക്കളഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിന് രൂപം കൊടുത്ത വർഷമാണ് 1971. വിഭജനത്തിൻ്റെ ഭീകരത വ്യക്തമാക്കിയ ബ്ലാക്ക് മാർജിൻസ് സിയ ഹാഷിയെ രചിച്ചത് സാദത്ത് ഹസൻ മാൻറ്റോ ആണ്. വിഭജനത്തെ ആസ്പദമാക്കി ഹബീബ് തൻവീർ സംവിധാനം ചെയ്ത നാടകമാണ് ജിസ് ലാഹോർ നഹീൻ ദേഖ ഓ ജാമി ഇനായ്. ലാഹോറിനെ കാണാത്തവൻ ജനിച്ചിട്ടേയില്ല.
ലവ് ഈസ് ദി സ്ട്രോങ്ങർ ദാൻ ഹെയ്റ്റ്. ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഹെയ്റ്റ്, എ റിമംബറൻസ് ഓഫ് 1947 എഴുതിയത് കുഷ്ദേവ് സിംഗ് ആണ്. കോൺഫെഡറേഷൻ നിയന്ത്രിതരായ അധികാരങ്ങളുള്ള ഒരു കേന്ദ്ര ഭരണകൂടത്തോടു കൂടിയ സ്വയം ഭരണാധികാരവും പരമാധികാരവുമുള്ള സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കോൺഫെഡറേഷൻ എന്ന് പറയുന്നത്. വിഭജനത്തെക്കുറിച്ചുള്ള ചലച്ചിത്രങ്ങളാണ് ചലച്ചിത്രം മേഘദാക്കതാരയും സുവർണ രേഖയും എഴുതിയത് ഋത്വിക് ഘട്ടക്കാണ് സംവിധാനം ചെയ്തത് കേട്ടോ. ഗരം ഹവ സംവിധാനം ചെയ്തത് MS സത്യവും തമസ് ഗോവിന്ദ് നിഹലാനിയുമാണ്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ വിഭജന കാലത്തിനെ ആസ്പദമാക്കി വിവിധ ഭാഷകളിൽ കൃതികൾ രചിച്ചവർ മാൻഡോ, രജീന്ദർ സിംഗ് ഭേദി, ഇന്തിസാർ ഹുസൈൻ, ഇവർ ഉറുദു ഭാഷയല്ല കേട്ടോ. ഫൈസ് അഹമ്മദ് ഫൈസും ഉറുദുവിൽ തന്നെയാണ്. ഭീഷ്മ സാനി, കമലേശ്വർ, റാഫി മസൂം റാസയൊക്കെ ഹിന്ദിയിലാണ് കൃതികൾ രചിച്ചിരിക്കുന്നത്. നരേൻ ഭാരതി സിന്ധി ഭാഷയിലും സാന്ത് സിംഗ് ശിക്കോൺ പഞ്ചാബി ഭാഷയിലും ലളിതാംബിക അന്തർജന മലയാളത്തിലുമാണ് കൃതികൾ രചിച്ചിരിക്കുന്നത്. അമിതാഭ് ഘോഷ് ബപ്സി സിതവ ഇംഗ്ലീഷിലും അമൃത പ്രീതം പഞ്ചാബിയിലും നരേന്ദ്രനാഥ് മിത്ര ബംഗാളി ഭാഷയിലും ദിനേശ് ദാസും ബംഗാളി ഭാഷയിലാണ്. അപ്പോൾ ഇത്രയും ഈ ബോക്സിലൊക്കെ കൊടുത്തിരിക്കുന്നതും ഈ ക്ലാസ് ഒന്ന് ഒരു റൗണ്ട് കാണുമ്പോഴേ നമുക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. NCERTയുടെ ഫുൾ ക്ലാസ് നമ്മൾ ഈ ചാനൽ വഴി എടുക്കുന്നതാണ്. കീപ്പ് വാച്ചിങ്. താങ്ക് യു.